പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഡിസ്കഷൻ ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചറിലെ ഒന്നാമത്തെ ബ്ലോക്ക് മൂന്നാമത്തെ യൂണിറ്റിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറും അതേപോലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മാഹുവ ദീവാനുൽ അറബ്. ദീവാനുൽ അറബ് എന്ന് പറഞ്ഞാൽ എന്ത്? ആൻസർ അഷ്അറുൽ ജാഹിലിയ കാലഘട്ടത്തിലെ കവിത. അടുത്ത രണ്ടാമത്തെ ചോദ്യം, മല്ലദി വസ്ഖു ഹയാത്തുൽ അറബി ഖദീമൻ വ തഖാലീദിഹിം വ മആരിക്കിഹിം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? അറബികളുടെ ജീവിതവും അവരുടെ പാരമ്പര്യങ്ങളും യുദ്ധങ്ങളും പണ്ട് രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? ആൻസർ അഷ്അറുൽ ജാഹിലി. അതും എന്താ? അതിൻ്റെ ആൻസറും എന്താണ്? ജാഹിലിയ കവിതയിലൂടെയാണ് അറബികളുടെ ജീവിതവും അവരുടെ പാരമ്പര്യ യുദ്ധങ്ങളും രേഖപ്പെടുത്തിയത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഐന നശ അഷ്അറുൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ കവിത എവിടെയാണ് വളർന്നത്, എവിടെയാണ് ജീവിച്ചത്? ആൻസർ വാദി നജ്ദ് വൽ ഹിജാസ് വൽ മനാത്തിഖ് അൽ മഹീത്തത്തി ബിഹാ മിൻ ഷിമാലിൽ ജസീറത്തിൽ അറബിയ. നജ്ദ്, ഹിജാസ് താഴ്വര, അറബ് ഉപദ്വീപിൻ്റെ വടക്കൻ ഭാഗങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങൾ. അടുത്തത് നാലാമത്തെ ചോദ്യം, ഉദ്കുർ വാഹിദൻ മിൻ അഹമ്മി ഖസായിസ് ശഅരിൽ ജാഹിലി. ജാഹിലിയ കവിതയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് പറയുക. ആൻസർ അൽ വാഖഇയ്യ ഹൈസു അക്കസൽ ഹയാത്തുൽ അറബി ബികുല്ലി മാ ഫീഹ മിനൽ ഈജാബാത്തി വസൽബിയാത്തിൻ. വാഖഅത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. അറബികളുടെ ജീവിതം അതിൻ്റെ എല്ലാ നല്ലതും ചീത്തവുമായ വശങ്ങളോടെ പ്രതിഫലിച്ചു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഉദ്കുർ സലാസത മിൻ അഅറാദി ശഅരിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ 3 പ്രധാന വിഷയങ്ങൾ പറയുക. ആൻസർ അൽ ഫഖ്റു വൽ ഹിമാസ അൽ ഹിജാ അർ റസാ. അൽ ഫഖ്ർ എന്ന് പറഞ്ഞാൽ അഭിമാനം, അൽ ഹിമാസ എന്ന് പറഞ്ഞാൽ വീരത്വം, അൽ ഹിജ എന്ന് പറഞ്ഞാൽ ആക്ഷേപം, അർ റസ എന്ന് പറഞ്ഞാൽ വിലാപം. ഇനി ആറാമത്തെ ചോദ്യം, മിൻ അഷ്ഹരി ശുഅറാഇൽ ഹിക്മത്തി ഫിൽ അസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ തത്വചിന്തകനായ കവി ആരാണ്? ആൻസർ സുഹൈർ ബിൻ അബി സൽമയാണ് ആൻസർ. ഇനി ഏഴാമത്തെ ചോദ്യം, മാഹിയൽ മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ യ ഖസായിദുൻ തവീല ഹിയ ഖസായിദുൻ തവീല ഉഖ്തിറത് മിന ശഅരിൽ ജാഹിലി ലിജൗദതിഹ വ മതനാതിഹ വ ജമാലി ഉസ്ലൂബിഹ. ആൻസർ ജാഹിലിയ കവിതകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവയുടെ ഗുണമേന്മയും ശക്തിയും ശൈലിയുടെ സൗന്ദര്യം കാരണം പ്രസിദ്ധമായ നീണ്ട കവിതകളാണവ. ഇനി എട്ടാമത്തെ ചോദ്യം, മാഹിയൽ അസ്മാഉൽ ഉഖ്റ ലിൽ മുഅല്ലഖാത്ത്. മുഅല്ലഖാത്തിൻ്റെ മറ്റ് നാമങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ അസ്സബ്ഉ തിവാൽ വസ്സുമൂത്ത് വൽ മുദഹബാത്ത്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, ലിമാദാ സുമ്മിയത്തുൽ മുഅല്ലഖാത്തു ബിഹാദൽ ഇസ്മി. മുഅല്ലഖാത്തിന് അതിൻ്റെ ആ നാമം കൊണ്ട് പേര് വെക്കപ്പെടാൻ കാരണം എന്താണ്? ആൻസർ യുറാ ബഅദു റുവാത്തി ശഅരി അന്ന ഹാദിഹിൽ ഖസായിദ തിവാൽ ഉല്ലിഖത്ത് ബി അസ്താരിൽ കഅബത്തി ലിജൗദതിഹ. ആൻസർ ഇതാണ്, ഈ നീണ്ട കവിതകൾ അവയുടെ ഗുണമേന്മ കാരണം കഅബയുടെ തിരശ്ശീലകളിൽ തൂക്കിയിട്ടിരിക്കുന്നു എന്ന ചില കവിതാ വിവരണക്കാർ കരുതുന്നു. അതുകൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ മുഅല്ലഖാത്ത് എന്ന് നാമം പേര് വെക്കപ്പെട്ടത്. അഞ്ചാമത്തത് മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടെന്നാണല്ലോ അർത്ഥം. ഇനി പത്താമത്തെ ചോദ്യം, കം അദദൽ ലിൽ മുഅല്ലഖാത്ത്.
മുഅല്ലഖാത്തിൻ്റെ അതത് എത്രയാണ്? ഇത്തഫഖൽ മുഅല്ലമു റുവാത്തി ശഅരി അലാ അൻ അദദഹ 7 ഖസായിദ. കവിത നിവേദനകളിൽ അധിക പേരും എന്ത് ചെയ്തിരിക്കുന്നു? യോജിച്ചിരിക്കുന്നു. അല അൻ അദദഹ, അതിൻ്റെ എണ്ണം എത്രയാണ്? 7 ഖസായിദ, 7 എണ്ണമാണെന്ന് അവർ യോജിച്ചിരിക്കുന്നു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. അഇദ് മഖാലത്തൻ മുഫസ്സിലത്തൻ ഹൗല തതവ്വുരി ശഅരിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ വികാസത്തെക്കുറിച്ച് വിശദമായ ഒരു ലേഖനം തയ്യാറാക്കുക. രണ്ടാമത്തെ അസൈൻമെൻറ്റ് ചോദ്യം. നാഖിഷ് ബി തഫ്സീലി അൻ അഗ്റാദ് ശഅരിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുക. അടുത്ത മൂന്നാമത്തത്. ഉക്തുബ് മഖാലത്തൻ വജീസത്തൻ അനിൽ മുഅല്ലഖാത്ത്. മുഅല്ലഖാത്തിനെ കുറിച്ച് ഒരു ലഘുലേഖനം എഴുതുക. ഇതിൻ്റെയൊക്കെ ആൻസർ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അത് ഫോളോ ചെയ്യുക. അത് ലഭിക്കാനും അത് റെഫർ ചെയ്യാനുമൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ്.